ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ലിറ്റിൽ ഗ്രേസൽസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് തുളസി. അപ്പോൾ ഇന്ന് ഫേസ് ഇല്ലാത്ത ഇൻട്രോയാണ്. അപ്പോൾ എപ്പോഴും എന്നെ ഇങ്ങനെ കണ്ടാലും നിങ്ങൾക്ക് ബോറടിക്കൂലേ? അതുകൊണ്ട് ഇന്ന് ഞാനൊരു ചേഞ്ച് വരുത്തിയതാണ്. മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഹെയർ പാക്കാണിന്ന്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നാച്ചുറൽ ഹെയർ പാക്കാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ തലമുടിയിൽ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് തന്നെ നീളം വയ്ക്കും. അപ്പോൾ സാധാരണ സീസൺ പോലെയല്ല, ഈ മഴക്കാലത്ത് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിലും നമുക്ക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് അമേസിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്കിന്നിലാണെങ്കിലും ഹെയറിലാണെങ്കിലും മഴക്കാലത്ത് ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പാക്ക് ഈ സീസൺ കഴിയുന്ന വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ മുടി പെട്ടെന്ന് വളരുകയും ചെയ്യും, തലമുടിയിലുള്ള എല്ലാ പ്രോബ്ലംസും പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഹെയർ പാക്ക് ഉപയോഗിക്കുക. പിന്നെ അത് അറിയില്ലാത്തവരെന്ത് ചെയ്യുക, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഹെയർ പാക്ക് ഇട്ട് നോക്കുക, എന്നിട്ട് റിസൾട്ട് എന്നെ അറിയിക്കുക. ഇപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതെല്ലാം നോക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മതി. കീഴാർനെല്ലി, ചെമ്പരത്തീൻ്റെ ഇല, പിന്നെ വാൾനട്ട്. ഈ വാൾനട്ട് ഓപ്ഷണലാണ്, കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എടുക്കണ്ട. അപ്പോൾ കീഴാർനെല്ലിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ കീഴാർനെല്ലി അതിൻ്റെ തണ്ടെടുക്കണ്ട, ഇല മാത്രം എടുക്കുക. പിന്നെ ചെമ്പരത്തിയുടെ ഇല, അതെന്ന് പറയുന്നത് ഒരു 70%, അതായത് കീഴാർനെല്ലി എത്രയാണോ അതിൻ്റെ ഒരു 70% ചെമ്പരത്തീൻ്റെ ഇല. പിന്നെ ഒരു 4-5 വാൾനട്ട്, അത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് കീഴാർനെല്ലി. അപ്പോൾ കീഴാർനെല്ലി നമ്മുടെ തലമുടി വളരാൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മുടി വളരാന്നുണ്ടെങ്കിൽ കീഴാർനെല്ലി അരച്ച് തലയിൽ തേച്ചാൽ മതി. അപ്പോൾ അത് മാത്രമായിട്ട് തേച്ചാലും നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനെ മസ്റ്റായിട്ട് ഏത് ഹെയർ പാക്കിലും ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ചെമ്പരത്തി, അതുപോലെ തന്നെ നമ്മൾ ഏത് ഹെയർ പാക്കിലും ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് ചെമ്പരത്തി. അപ്പോൾ ചെമ്പരത്തി തലമുടി നന്നായിട്ട് വളരാനും സോഫ്റ്റ് ആവാനും ബാക്കിയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പോവാനും സഹായിക്കും. ചെമ്പരത്തിയും കീഴാർനെല്ലിയും അതുപോലെ വാൾനട്ടും ഇതൊക്കെ നമുക്ക് ഫുഡായിട്ട് കഴിക്കുകയും ചെയ്യാം, അതും നല്ലതാണ്. അപ്പോൾ തലമുടി വളരാൻ സഹായിക്കുന്ന ഫുഡ് ഐറ്റംസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വാൾനട്ട്. ഇത് തലയിൽ അരച്ച് തേക്കുന്നതും ബെസ്റ്റാണ്. മുടി വളരാൻ സഹായിക്കുന്ന ഫാറ്റി ആസിഡ്സ് വാൾനട്ടിൽ ഒരുപാടുണ്ട്. അപ്പോൾ വാൾനട്ട് നിങ്ങൾ മസ്റ്റായിട്ടും കഴിക്കട്ടോ. ഇനി ഒരു ചെറിയൊരു ജാറെടുത്തു മിക്സിയുടെ, അതിലേക്ക് നമ്മുടെ വാൾനട്ടും കീഴാർനെല്ലിയും ചെമ്പരത്തി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെമ്പരത്തിയുടെ ഇല ഇടുമ്പോൾ അതൊന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക, കാരണം അത് വലുതാണല്ലോ. കീഴാർനെല്ലി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ബൗളിൽ വാൾനട്ട് ഇട്ട് വെച്ച വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ആ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഫ്രഷായിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത്. തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച തലയിലാണ് നമ്മൾ ഈ ഹെയർ പാക്ക് ഇടേണ്ടത്. ഇതിട്ട് അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ കഴുകി കളയുക. അപ്പോൾ അങ്ങനെ ആഴ്ചയിൽ 2 തവണ ഈ ഹെയർ പാക്ക് മസ്റ്റായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതൊരു ബൈ.